എന്തൊരു സുഗന്ധം അങ്ങേക്ക് ജീവിച്ചപ്പോഴും സുഗന്ധം, മരിച്ചുപോയപ്പോഴും സുഗന്ധം. ആ ഒരു വാക്ക് നബി ആരാണെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. ജീവിച്ചപ്പോഴും അങ്ങേക്ക് സുഗന്ധം, മരിച്ചുപോയപ്പോഴും അങ്ങേക്ക് സുഗന്ധം നബിയെ. അങ്ങ് നന്നായി നബിയെ. ജീവിച്ചിരിക്കുമ്പോഴും ജീവിച്ചിരിക്കുമ്പോഴും അന്ന് തന്നെ നല്ലവർ, മരണപ്പെട്ടപ്പോഴും അന്ന് തന്നെ നല്ലവർ. 3 ദിവസം സ്വഹാബത്തിന്റെ ജിഹാദുകൊണ്ട് ഹബീബിനെ മറവ് ചെയ്യാൻ 3 ദിവസം അവർ കാത്തുവെച്ചുകൊണ്ട് ഖിലാഫത്തിന്റെ സദഖ പൂർത്തിയാവാൻ 3 ദിവസം കടന്ന ഹബീബിന്റെ ശരീരത്തിന് സുഗന്ധമല്ലാതെ ആ പരിശുദ്ധമായ ഭൂമിയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആ ഹബീബിനെ കുറിച്ച് സാധാരണ എന്ന് പറയല്ല സുഹൃത്തെ, പറഞ്ഞു പോവല്ല. ആ മുഖത്തെ പണം കൂടി വെച്ച് വാതിൽ തുറക്കുന്നത് മദീനയിലെ പള്ളിയിലേക്ക്, റൗളയിലേക്ക് നേരെ ചെല്ലുന്നു. മിമ്പറിലേക്ക് സഹാബികൾ കൂട്ടക്കരച്ചിലാണ്. അവിടെ സ്നേഹമാണ് കാണിക്കുന്നത്. നമസ്കാരം കഴിഞ്ഞിട്ട് യാതൊരു സ്നേഹവും കാരുണ്യവും കൽവിൽ തോന്നാതെ പച്ചക്കല്ലുകളായി നൽകാൻ സഹാബത്തിന് കഴിയുമായിരുന്നു. പക്ഷേ സ്നേഹം അതിനപ്പുറമാണ്. ഹബീബിന്റെ സഹാബികൾ പൊട്ടിക്കരഞ്ഞില്ലേ? എമ്പാടും ധൈര്യമുണ്ടായിരുന്ന സഹാബി വാള് പിടിച്ചു നടന്നത്. എന്റെ ഹബീബ് മരിച്ചുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ മുറിച്ചെടുക്കും. എന്റെ ഹബീബ് മരിക്കാറായിട്ടില്ല. അന്ന് മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കാണാൻ പോയ പോലെ എന്റെ റസൂൽ അല്ലാഹുവിന്റെ അടുത്ത് പോയതാണ്. നബി തിരിച്ചു വരും, നബി കണ്ണു തുറക്കും, നബി എണീക്കും, നബി നമ്മുടെ കൂടെ നിൽക്കും, നബി നമ്മുടെ കൂടെ നടക്കും. എന്റെ റസൂൽ മരിച്ചു എന്ന് പറയല്ല എന്ന് വാള് പിടിച്ച് ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് എന്നവരെ നടത്തിയത് ഹബീബിനോടുള്ള ഹിബ്ബായിരുന്നു സുഹൃത്തേ, ഹിബ്ബായിരുന്നു. എമ്പാടും സുന്നത്തും ഫർളും അനുസരിച്ച് ജീവിക്കുന്ന അമർത്തങ്ങൾക്കാണ് ഈ പ്രബോധം നഷ്ടപ്പെടുന്നത്. എന്റെ നബിയോടുള്ള സ്നേഹം അങ്ങനെയാണ് കാണിച്ചത്, അങ്ങനെയാണ് പുറത്തു വരുന്നത്. വന്നൊരിക്കലില്ല, നടക്കുകയാണ്. വാളും കയ്യിൽ പിടിച്ച് മദീനയെ പള്ളികളിലേക്ക് ഇങ്ങനെ നടക്കാൻ മൂന്നാമത് വിളിയാണ് ശ്രദ്ധിക്കുന്നത്. സൗമ്യനായ ശാന്തനായ അല്ലാഹു ധൈര്യം കൊടുത്തതാണ്. ആരാണ് അവിടെ സമാധാനിപ്പിക്കാനുണ്ടാവുക? ശുദ്ധീകരണങ്ങളില്ലെങ്കിൽ ജ്ഞാനത്തിൽ ശുദ്ധീകരിക്കുന്നവരല്ലേ? ഇരിക്കൂ എന്ന് മൂന്നാമതൊരു വാക്ക് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്നു. മിമ്പറിൽ കയറി തുടങ്ങി. ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ആരൊക്കെയാണോ മുഹമ്മദ് നബിയെ ആരാധിച്ചത്, ആരാധന അല്ലാഹുവിനല്ലേ, ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയല്ലേ? മുഹമ്മദ് നബിയെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അറിയണേ, മുഹമ്മദ് നബി വഫാത്തായിരിക്കുന്നു. ومن كان يعبد الله, ആരാണോ അല്ലാഹുവിനെ ആരാധിക്കുന്നത്, അല്ലാഹു മരിക്കുന്നവനല്ല, അല്ലാഹു ജീവിച്ചിരിപ്പുള്ളവനാണ്. അല്ലാഹുവിന്റെ മരണമില്ല. അല്ലാഹുവിന് തുടർന്നോളൂ. ഇബാദത്തിന് കിട്ടല്ല, ഇബാദത്ത് സൃഷ്ടികൾക്കല്ല, ഇബാദത്ത് അല്ലാഹുവിന്റെ മാത്രമാണ്. ഖുർആനിലെ ആയത്തോതിയില്ലേ, വമാ മുഹമ്മദ് ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഈ നബി ഞങ്ങളുടെ റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. അവർക്ക് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ? എന്റെ റസൂൽ മരിക്കുകയോ വധിക്കപ്പെടുകയോ ആയാൽ നിങ്ങൾ സൗന്ദര്യം سيدنا محمد وعلى آل سيدنا وسلم عليه. صحابة الحسن صحابة القرآن
ആദ്യമായി കേൾക്കുന്ന പോലെ ആദ്യമായി കേൾക്കുന്ന പോലെ ലോകത്തിന്റെ മുഴുവൻ ലോകത്തോട് പറഞ്ഞത് വേദനയോടെയാണ് സ്വീകരിച്ചത്. മനസ്സിനെ പറയുമായിരുന്നു മദീനയിലേക്ക് കടന്നുവന്ന മദീനയുടെ ഇരുട്ടിന്റെ പോലും വെളിച്ചമായിരുന്നു. മദീനയുടെ ഇരുട്ടിന്റെ വെളിച്ചമായി മദീനയിലേക്ക് കടന്നുവന്ന ഉടനെ എന്നാൽ ഹബീബ് ലോകത്തോട് പറഞ്ഞപ്പോൾ മദീനയിലെ പകൽ ഇരുട്ടായിരുന്നുവെന്ന് റസൂലിന്റെ മുമ്പിലേക്ക് ഒരു സഹാബി കടന്നു വന്ന് പറഞ്ഞ ഹദീസ് അവസാനിപ്പിക്കട്ടെ. നബിയേ, അങ്ങയെ കാണാൻ കൊതി തോന്നുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നടന്നു വരാറുള്ള നബിയെ അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കാൻ വീട്ടിലിരിക്കുമ്പോ നബിയെ ഒന്ന് കാണണമെന്ന് കൊതിയാകും, നബിയെ ഒന്ന് നോക്കണമെന്ന് കൊതിയാകും. നബിയെ, ഞാൻ എന്റെ വീട്ടിൽ നടന്നു വരും അങ്ങനെ അങ്ങയുടെ പള്ളിയിൽ അങ്ങറിയാതെ ഒരു മൂലയിൽ വന്നിരുന്നിട്ട് അങ്ങയുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും. നബിയെ, കണ്ണു നിറയുമ്പോൾ ഞാൻ പോകും. വീണ്ടും കൊതിയായാൽ ആഗ്രഹമായാൽ ഞാനിവിടെ വരും നബിയെ അങ്ങയെ കാണാൻ. എനിക്കൊരു വിഷമമുണ്ട് നബിയെ, ഒരു പ്രയാസമുണ്ട് നബിയെ. എന്താണ് ആ പ്രയാസം? പറഞ്ഞോളൂ സഹാബി. യാ റസൂലല്ലാഹ്